ഈ ജോളി മാസ്റ്ററിനാന്നുണ്ടെങ്കിൽ ഭയങ്കര കമ്പ, ഇങ്ങനെ തട്ടിയില്ല എന്നല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ അങ്ങനെ പാഞ്ഞു പോവും. അപ്പോൾ ഇതൊക്കെ ഏതൊരു സാധനത്തിൽ ഞാൻ നോക്കുമ്പോൾ അസോസിയേറ്റ്സും റോബി എല്ലാവരും ഇവർ വെച്ച് വണ്ടി പറഞ്ഞാ ആ രീതിക്ക് മുപ്പിൽ ഓടിക്കുക. ನನಗೆ ರೋಡಲ್ಲಿ ವೀಲಿಂಗ್ ಮಾಡೋದು ನೋಡ್ಬಿಟ್ಟು ಹೇಳ್ಕೊಂಡು ಹೋದರು. ಪ್ರೇಮಲೋಕ ಫಸ್ಟ್ ಪಿಕ್ಚರ್ ನಂದು. ಪ್ರೇಮಲೋಕ ಅದು ಸಿನಿಮಾ ಎಲ್ಲ ಇಂಡಿಯಾದಲ್ಲಿರೋ ಎಲ್ಲ ದೊಡ್ಡ ದೊಡ್ಡ ಡೈರೆಕ್ಟರ್ಸ್ ಹತ್ರನೂ ಇರ್ತದೆ. ನನ್ನ ಲೆಕ್ಕ ಏನಂದರೆ ಅಲ್ಲಿ ಗೇಟೇ ಇಲ್ಲ ಅಂತ ನಾನು ಹೋಗ್ತಾ ಇರ್ತೀನಿ. ಇವ್ರು ಎಳಿಯೋದು ಲೇಟ್ ಆಯಿತು, ಬಿದ್ದುಬಿಟ್ಟ. ಅಲ್ಲೇ ಹೊಡೆದು ಬಿದ್ದು ವೀಲಿಂಗ್. ನಾನು ಆವಾಗ ಈಗೆಲ್ಲ ಹುಡುಗರೆಲ್ಲ ರೋಡಲ್ಲೆಲ್ಲ ಹೊಡಿತಾ ಇರ್ತಾರೆ, ಡಿಯೋದಲ್ಲೂ ಆ್ಯಕ್ಟಿವಾ RX ಅಲ್ಲೆಲ್ಲ. ಆವಾಗೆಲ್ಲ ನಾನು ಬುಲೆಟಲ್ಲಿ ವೀಲಿಂಗ್ ಹೊಡಿತಿದ್ದೆ. നമ്മുടെ അടുത്തുനിന്ന് പോയാലും നമ്മളെക്കാൾ കൂടുതൽ ജോളി ബാസിനെ സ്നേഹിക്കുന്ന നിത്യപിതാവിന്റെ സന്നദ്ധിയിലേക്കാണ് ജോളി കടന്നു പോയിരിക്കുക. വളരെ പെട്ടെന്നായിരുന്നെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് നമ്മളെ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കാം. ജീവിതത്തിന്റെ സമസ്യകള്, അതിന്റെ നിഗൂഢതകള് ദൈവത്തിന് മാത്രമല്ലേ അറിയാൻ പാടുള്ളൂ. ജോബിന്റെ പുസ്തകം അതാണ് നമ്മോട് പറയുക. ജോബിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിഗൂഢമായ ഈ കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? മരണം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്നേഹം തുടരുകയാണ്. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിമനോഹരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വിശ്വാസവും ശരണവും കടന്നുപോകും, പക്ഷെ സ്നേഹം എന്നേക്കുമായി നിലനിൽക്കും. ആ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് ദൈവം കൃപയാകട്ടെ. എന്റെ പ്രാർത്ഥനകളുണ്ട്, കുർബാനയുണ്ട്. പ്രത്യേകിച്ച് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾക്ക് അസ്വസ്ഥത ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞ് ദൈവാനുഗ്രഹത്താല് ആരോഗ്യമുള്ളവളോ ആരോഗ്യമുള്ളവനുമായി പുറത്തേക്ക് വന്ന് വല്യപ്പച്ചനെ കാണാൻ സാധിച്ചില്ല എങ്കിലും നമ്മൾക്കെല്ലാം സന്തോഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലവ്ലിയെ ആശ്വസിപ്പിക്കുന്നു. മകന് സ്നേഹാന്വേഷണം അറിയിക്കുന്നു. ബന്ധുമിത്രാദികളെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഡെയിംസച്ചനും എല്ലാ ഇടവങ്ങൾക്കും എന്റെ സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു. ഈശോ നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. സെബാസ്റ്റ്യൻ ഇടയന്ത്രത്ത് പിതാവ്, കേരളത്തിൽ നിന്ന് മാണ്ടിയയിലെ എല്ലാ മക്കളുടെയും വാത്സല്യപൂർണമായ സ്നേഹം ലവ്ലി അറിയിക്കുന്നു.